ഹായ് ഗൈസ്, വെൽക്കം ടു ടെസ്ല അക്കാഡമി. CSEB എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. എന്താണ് CSEB എക്സാം എന്നും, അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതകളെക്കുറിച്ചും അതിൻ്റെ ഏജ് ലിമിറ്റിനെ കുറിച്ചും അതിൻ്റെ പാറ്റേണിനെ കുറിച്ചും ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഈ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ശ്രമിക്കുന്നതാണ്. ആദ്യമായി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പല തസ്തികകളിലേക്കുള്ള എക്സാമുകൾ ആർക്കൊക്കെ എഴുതാൻ പറ്റുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരുടെ ക്വാളിഫിക്കേഷനാണ് ഞാൻ പറയുന്നത്. JDC കഴിഞ്ഞവർക്കും HDC കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഈ ഒരു ക്വാളിഫിക്കേഷൻ, ഈ ഒരു 3 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഡിഗ്രി BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും നമ്മൾ CSEB എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ JDC ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ചെയ്യാനുള്ള ബേസിക് യോഗ്യത SSLC ആണ്. HDC ആണെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആണെങ്കിൽ ബേസിക് യോഗ്യത വരുന്നത് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ BCom കോർപ്പറേഷൻ, സാധാരണ BComൽ കോർപ്പറേഷൻ പേപ്പർ എഴുതിയിട്ടുള്ള BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി എത്ര വയസ്സ് വരെ ഇത് എഴുതാനായിരിക്കും അല്ലേ? ജനറൽ കാറ്റഗറി, ടോട്ടലായിട്ട് ജനറൽ കാറ്റഗറി വരുന്നത് 40 വയസ്സ് വരെ. 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറി ഉള്ള എല്ലാവർക്കും എക്സാം എഴുതാം. ഇതിൽ OBC-കാർക്ക് 3 വർഷം കൂടി റിസർവേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ 43 വയസ്സ് വരെ OBC കാറ്റഗറിക്ക് എഴുതാം. SC/ST ആണെങ്കിൽ അവർക്ക് 5 വർഷം റിസർവേഷൻ ഉണ്ട്. 45 വയസ്സ് വരെ എഴുതാം. പിന്നെ EWS ആണെങ്കിൽ അവർക്കും 3 വർഷമായിരിക്കും. 43 വയസ്സ് വരെ അവർക്ക് എഴുതാനായിട്ട് സാധിക്കും. CSEB എക്സാം എഴുതാൻ വേണ്ട ബേസിക് മാനദണ്ഡങ്ങളാണ്, ബേസിക് ക്വാളിഫിക്കേഷൻസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ടത് എക്സാം വ്യൂ പോയിന്റുള്ള സ്റ്റഡിയാണ്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഏറെക്കുറെ ധാരണയുണ്ടാവും. ഓരോ സബ്ജക്റ്റ്, ലോയിനെ കുറിച്ചും കോർപ്പറേഷനെ കുറിച്ചും ബാങ്കിങ്ങിനെ കുറിച്ചും അക്കൗണ്ടൻസിനെ കുറിച്ചൊക്കെ വലിയ ധാരണയുണ്ടാവും. പക്ഷേ ഈ ഒരു ധാരണ മാത്രം നമുക്ക് പോരാ. ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് മൈൻഡ് നമുക്ക് ആവശ്യമാണ്. അതെല്ലാം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, GK ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നുണ്ട്. കാരണം PSCയോ അല്ലെങ്കിൽ IBPS എക്സാമിനെ പോലെ ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ മാസം കൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് പഠിച്ചെടുത്ത ഈ ഒരു സിലബസ്, CSEB എക്സാമിന് വേണ്ട സിലബസ് എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ഒട്ടും അടിച്ച് നിൽക്കേണ്ട, കൂടുതൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ വീഡിയോസ് എടുത്ത് കാണുക. അതിൽ CSEB എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തരുന്നുണ്ട്. മാത്രമല്ല, ക്ലാസ്സുകൾ, നമ്മളിവിടെ നടത്തുന്ന ഓരോ ക്ലാസ്സുകളും എക്സാക്ട് ലൈവ് ക്ലാസ്സിൻ്റെ ചെറിയൊരു പോർഷൻ കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ എടുത്ത് കാണുക. അടുത്ത എക്സാം നമ്മുടേതാവട്ടെ. ഒട്ടും അടിച്ച് നിൽക്കാണ്ട് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ തരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വേഗം ജോയിൻ ചെയ്യാം. താങ്ക് യു.